ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിന് ഒരുപാട് കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. മീനും ചിക്കനൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലൊരു മുട്ടയുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ. ഉപ്പേരികളുടെയും കറികളുടെയും ഒക്കെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെളിച്ചെണ്ണ കൂടി പോകുമ്പോൾ ആ ഒരു മുട്ടയിൽ മസാല പിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും വെളിച്ചെണ്ണ കുറവെടുത്താൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു മസാലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ പച്ചമണക്കം മാറിയ ശേഷം വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു വെളിച്ചെണ്ണ കുറവാണെങ്കിൽ മസാല ഇതിലേറെ നന്നായിട്ട് ഇതിന് പിടിക്കും കേട്ടോ. ഇപ്പോൾ നല്ല വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് മസാല ഒരുപാട് അങ്ങ് പിടിക്കാത്തത്. പക്ഷേ നമ്മളിതിലേക്ക് വേറെ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു മുട്ട 2 സൈഡും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 2 വശവും ഒരുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും ഒക്കെ ഉപ്പും മസാലപ്പൊടികളൊക്കെ ഈ ഒരു മുട്ടയിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാവും. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട ഉടയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ മുട്ട പെട്ടെന്നൊന്നും ഉടയുകയില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാലകളൊക്കെ ഈ ഒരു മുട്ട ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു സവോളയും മല്ലിയിലും ഒക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക്